തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബാലമുരുകൻ പിടിയിലായത്. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ജയിൽ പരിസരത്ത് നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവിടെ നിന്ന് ചാടിപ്പോയി എന്ന് തമിഴ്നാട് പോലീസ് പറഞ്ഞ ബാലമുരുകൻ, അതിൽ തമിഴ്നാട് പോലീസ് തന്നെ സംശയനിഴലിലായ കേസാണ്. ഒരുപാട് തിരഞ്ഞു. ഇപ്പോൾ ഒരു മാസത്തിനൊക്കെ ശേഷമാണ് കയ്യിൽ കിട്ടുന്നത്. ഗോകുൽ, തീർച്ചയായും തമിഴ്നാട് പോലീസിന് 1.5 മാസത്തോളം വട്ടം കറക്കിയ ശേഷമാണ് ഇപ്പോൾ ബാലമുരുകൻ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ തമിഴ്നാട് തെങ്കാശിയിലെ ഊത്തുമലയ്ക്ക് സമീപം ഈ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടയിലാണ് ബാലമുരുകൻ പിടിയിലാകുന്നത്. തൃശൂരിലെ വിയൂർ ജയിലിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടയിലാണ് നവംബർ ആദ്യം ബാലമുരുകൻ അവിടെ തമിഴ്നാട് പോലീസിനോട് മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് പുറത്തിറങ്ങിയ ശേഷം മതിൽ ചാടി രക്ഷപ്പെട്ടത്. പിന്നീട് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയായി വലിയ തെരച്ചിലുകൾ നടത്തിയിരുന്നു. ബാലമുരുകൻ ഇതിനിടയിൽ ബാലമുരുകന്റെ വീട്ടിലേക്ക് എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തി വീട് വളഞ്ഞിരുന്നു. ആട് മേയ്ക്കുന്ന ആളുടെ വേഷത്തിലെത്തിയ ബാലമുരുകൻ ഈ വീടിന് സമീപത്ത് പോലീസിനെ കണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് സമീപത്തെ ഒരു 2000 അടി ഉയരമുള്ള വലിയ ചെങ്കുത്തായ മലനിരകളിൽ കയറിയിരുന്നു. പിന്നീട് പോലീസ് ഈ ബാലമുരുകന് വേണ്ടി ഈ മലയാകെ വളഞ്ഞ് ഒരു പരിശോധനയൊക്കെ നടത്തി. ബാലമുരുകന് ഒരു 100 മീറ്റർ അരികിലേക്ക് പോലീസ് എത്തുമ്പോഴേക്കും 40 അടി താഴ്ചയുള്ള കിടങ്ങിലേക്ക് ബാലമുരുകൻ ചാടി. അന്ന് പോലീസ് പറഞ്ഞിരുന്നത് ബാലമുരുകൻ എന്തായാലും പരിക്കേൽക്കും, ആ കിടങ്ങിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെയായിരുന്നു പോലീസ് കണക്ക് കൂട്ടിയിരുന്നത്. അവർക്ക് ഈ ബാലമുരുകൻ വീണ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ കാലാവസ്ഥ മോശമായിരുന്നു. പക്ഷെ അവിടെ നിന്നും ബാലമുരുകൻ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ബാലമുരുകന്റെ ഭാര്യ അതിന് പിന്നാലെ ഈ ബാലമുരുകനെ കാണാതെ പിന്നീട് ആത്മഹത്യ അടക്കം ചെയ്തിരുന്നു. ആ ഭാര്യയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബാലമുരുകൻ എത്തും എന്ന കണക്കുകൂട്ടലിൽ ഈ പോലീസ് ആ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പോലീസ് ഈ ഹോസ്പിറ്റലിലടക്കം പോലീസ് കാവലൊക്കെ ഏർപ്പെടുത്തി അവിടെ കാത്തു നിന്നാണ്. പക്ഷെ അവിടെയും ബാലമുരുകൻ എത്തിയില്ല. പിന്നീട് ഇപ്പോൾ അപ്രതീക്ഷിതമായി വാഹന പരിശോധനയ്ക്കിടയിൽ ബാലമുരുകൻ പിടിയിലാവുകയായിരുന്നു. എന്തായാലും തെങ്കാശിയിൽ നിന്നാണ് പിടിയിലായിട്ടുള്ളത്. സ്വാഭാവികമായും കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇനി വിയൂരിലേക്ക് എത്തിക്കുക. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.